ആ എന്താളിയാ പറയ്. അതെ ഞാൻ എന്താ പറഞ്ഞാല് ഓള് ഞാൻ ചെറിയൊരു ഇതുണ്ടായിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് എന്താ പറ്റി? ഒന്നുമില്ല, സൗന്ദര്യപ്പണൊക്കെ ഇടക്കുണ്ടാവുമല്ലോ വീട്ടിൽ ചെറിയൊരു പ്രശംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനോട് പറയാം ഒരു കുട്ടിക്ക് മൊത്തത്തില് നിങ്ങൾക്ക് അറിയാലോ ഒന്നങ്ങോട്ട് ഗൗരവമാകുന്നില്ല ഒരു കാര്യത്തിലും. അപ്പൊ ഒന്ന് പോലെ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇങ്ങോട്ട് പോകുന്നുണ്ടാ? അങ്ങനെ പോകുന്നുണ്ട്. അവിടെ എത്തിയിട്ടില്ല അല്ലെ? അല്ല അങ്ങോട്ട് എത്തിയിട്ടില്ല, തെറ്റിപ്പോന്താവൂല്ലേ? ഇപ്പൊ ഒരു കുറച്ച് ഞാൻ അവിടെ എത്തുമോ, പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞാണ്ട് വരത്ത് ഒന്ന് ആറി തണുത്തതിന് ശേഷം വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നടക്കുമ്പോഴേ ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കും. മാറ്റി കിട്ടാനാണെങ്കിലും ഒക്കെ പറയാം. ശരി, അസ്സലാമു അലൈക്കും. എന്തൊരു മഴയാണ് ഇവിടെയൊക്കെ. മഴയത്ത് എന്താ ഇപ്പൊ ഇങ്ങോട്ട് പോന്ന്? ഒന്നുമില്ല, ഇങ്ങോട്ട് വരണം തോന്നി ഞാൻ പോന്നു. അളിയനോ? പുള്ളിക്കാരനിക്കേ ഒരു ചിന്താഗതി ഉണ്ട്, ഇക്ക് അങ്ങനെ ആരും ഇല്ല എവരും ഇല്ലാത്ത ഒരാളാണെന്നുള്ളത്. എന്റെ ഉപ്പിമ്മ മാത്രമേ മരിച്ചിട്ടുള്ളൂ, എന്റെ ആങ്ങളവിടെ ഉണ്ട്. ആ ഒരു ചിന്ത മൂപ്പരിക്കില്ല. ഏത് നേരം നോക്കിയാലും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞിട്ടേക്കും. ഞാൻ വട്ടക്കിട്ട് പോന്നു. എനിക്ക് ഞാൻ ഒരാളെ വേണ്ട. പിന്നെ അന്ന് അവിടേക്ക് കല്യാണം കഴിച്ചു വിട്ടിട്ടുള്ളത് താൽക്കാലികമായിട്ട് അവിടത്തെ കാഴ്ചകൾ കണ്ടിട്ട് മടുക്കുമ്പോ അങ്ങോട്ട് പോരാനല്ലല്ലോ. ഓന്റെ ഭാര്യയായിട്ടും ഓന്റെ ഉമ്മാനെ നോക്കാനും ഓന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും വീട്ടിലെ കാര്യങ്ങൾക്കും കുട്ടികളുണ്ടാവുമ്പോ കുട്ടികളുടെ കാര്യങ്ങൾക്കും ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചുള്ളൂ. ഞാൻ അങ്ങനെ നല്ല കുട്ടിയൊക്കെ തന്നെയാണ്. ഞാൻ അങ്ങനെ മോശപ്പെട്ടൊന്നും കാട്ടിയിട്ടില്ല. ഇപ്പൊ അത്ര കുട്ടിയൊന്നല്ല ഇപ്പൊ കുട്ടിയല്ല, ഈ അത്യാവശ്യം മെച്യൂരിറ്റി ഉള്ള ഒരു പെണ്ണാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ മെച്യൂരിറ്റി, ശരീരത്തിന്റെ മെച്യൂരിറ്റി മനസ്സിനും കാണിക്കണം, അത് നിർബന്ധമാണ്. ഇക്കൊക്കെ എന്തറിഞ്ഞിട്ടാ അയാൾക്ക് 24 മണിക്കൂർ ചായ വേണം, ചോറ് വേണം, അയാൾ ഉമ്മാൻ നോക്കണം, അത് നോക്കണം, നോക്കണം. മടുത്ത്. ഇതിനൊക്കെ തന്നെയാണല്ലോ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോണത്. പിന്നെ ഓനും മോശക്കാരനൊന്നല്ലോ, ഓനും നോക്കണ്ടല്ലോ, ഓന്റെ ഉമ്മാനെ നോക്കും, ആൾക്ക് പറ്റില്ല ഓൻ ചായ ഇടും, ഓന്റെ ഉപ്പാനെ നോക്കും, എല്ലാ കാര്യങ്ങൾക്കും ഓനും നോക്കണ്ടല്ലോ. അപ്പൊ ഓനെ കൂടത്തിൽ ഈയും സഹായിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും കൊണ്ടും കൊടുത്തുമല്ലേ നിൽക്കേണ്ടത്. എന്നാലല്ലേ കുടുംബം മുന്നോട്ട് പോവുള്ളൂ. ഈ പറയാതെ തന്നെ കാര്യം മനസ്സിലായി. ഈ ഓനായിട്ട് തെറ്റിയിട്ടല്ലേ കൊണ്ടുപോകുന്നുള്ളു, നമ്മ തെറ്റിയിട്ട്. അല്ലാതെ ഇങ്ങോട്ട് ഓടിപ്പടഞ്ഞു വരൂല എന്നുള്ളത് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. കാരണം കുട്ടീനെ ഒന്നും കാണാനില്ലല്ലോ. സ്നേഹത്തിനോട് നല്ല മൂപ്പരാളെ അന്നന്ന് വേഗം വിട്ടാണ്ടന്നെ. ഞാൻ പോകൂല, ഞാൻ എന്തായാലും പോകൂല. കുറച്ച് അഹങ്കാരം കൂടുതലാ. ആർക്ക്? എന്റെ കുട്ടികൾക്ക്. അപ്പൊ ആ അഹങ്കാരം ഉണ്ടെങ്കിൽ അത് കുറേശ്ശെ കുറേശ്ശെ അലിയിച്ച് ഇല്ലാണ്ടേക്കേണ്ടത് ആരാണ്? ഓന്റെ ഭാര്യയായിട്ടുള്ള ഈ അല്ലേ? ഈ ചെയ്യണ്ട. ഈ ഒന്ന് പറഞ്ഞാ ഓന്റെ തലേമ കയറാൻ പോകും. ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തമ്മിത്തല്ലാവും. അതാണോ ചെയ്യേണ്ടത്? അതല്ലല്ലോ ചെയ്യേണ്ടത് പെൺകുട്ടികള്. ഒരു വീട്ടിൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ, അപ്പൊ അതതിനനുസരിച്ച് രാവിലെ നേരത്തെ നീറ്റ് ചായയൊക്കെ ഉണ്ടാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കണക്ക് വയ്യാച്ചിങ്ങ ഓൻ ചെയ്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ഞാൻ ചെയ്യണ്ടല്ലോ, ഈ തതാനോടൊന്ന് ചോദിച്ചു നോക്ക്. ഓൾക്ക് വയ്യാച്ചിങ്ങ ഇവിടെ ചായ ഞാൻ ഉണ്ടാക്കും, ചോറ് ഞാൻ ഉണ്ടാക്കും, എല്ലാ കാര്യം ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുമല്ലോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം കൊണ്ടും കൊടുത്തും അങ്ങനെ സഹകരിച്ച് നിന്നാലേ കുടുംബം മുന്നോട്ട് പോവുള്ളൂ. അല്ലാണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ള അവിടുത്തെ പണി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രമായിട്ടൊന്നും അല്ലല്ലോ. എന്നല്ല, അങ്ങനെ അവൻ ജയിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ അവൻ ജയിക്കില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അന്നേക്കാട്ടി കൂടുതൽ ഓനറിയാം. എന്താ ഇന്നത്തെ വിഷയം? വൈകുന്നേരത്തെ സിനിമക്ക് പോകാൻ പുള്ളിക്കാരെ സമ്മതിച്ചില്ല. എന്താ കാര്യം? എന്താ പറഞ്ഞോ? ഒരാൾക്ക് എന്തോ പണിയുണ്ട്. എന്നോട് 2 ദിവസം മുമ്പ് പറഞ്ഞ് കൊതിപ്പിച്ചിട്ടാണ്, അല്ലാണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിനൊന്നല്ല. ആയിക്കോട്ടെ, അപ്പൊ ഓന് പണി ഉള്ളതുകൊണ്ടാണല്ലോ ഒന്ന് പോണ്ടാന്ന് പറഞ്ഞ്. നിങ്ങൾ നാളെ പോയിക്കോളെ സിനിമക്ക്. സിനിമ അവിടുന്ന് മാറും. മാറാണ് ചെയ്യാതെ അപ്പൊ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വരില്ലേ, OTT-യില്, അപ്പൊ കാണണം. എന്നെ കൊതിപ്പിച്ചത് എനിക്കത് പറ്റില്ല. ഞാൻ അങ്ങോട്ട് പോവില്ല. ഈ അങ്ങോട്ട് പോവില്ല പിന്നെ ഈ കാലാകാലം ഇവിടെ ആക്കാൻ പോവാ? അതെ, 2 ദിവസം ഒന്നും ഇല്ല. അവൻ കുറച്ച് കഴിഞ്ഞാണ്ട് വരും. വന്നാ അവന്റെ കൂടെ പോയിക്കോളുണ്ട്. എന്താ എന്റെ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ? ഞാൻ 2 ദിവസം വന്നിട്ട് പോകുള്ളൂ. 2 ദിവസമൊക്കെ നിന്നപ്പോ സമ്മതിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പൊ ഓന്റെ കാര്യങ്ങൾ പിന്നെ ആരാ നോക്കാൻ? ഒരാളുള്ളവൻ പഠിക്കൂ പോലേ. അപ്പൊ പിന്നെ അത് നോക്കണ്ടേ? ഞങ്ങളെ 2 ആളെ ഇക്കാക്ക തന്നെയാണ്.
അപ്പൊ ആ നിലയ്ക്ക് അവന്റെ ഉമ്മാക്ക് വയ്യാത്തതല്ലേ, അതിന്റെ കാര്യം ആരാ നോക്കുക? അതിന് ലേശം വെള്ളം ചൂടാക്കി കൊടുക്കാനോ ആ ബാത്റൂമിലൊക്കെ വീണുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ വയസ്സാം കാലത്ത് കാലിന്റെ എല്ലാണ്ട് പൊട്ടും, പിന്നെ ശരിയാവില്ല. അതൊക്കെ നോക്കണ്ടേ? അത് പറയുമ്പോ ഒരു അമ്മായിമ്മടെ പോലെയല്ല, ഒരു ഉമ്മാനെ പോലെയല്ല എന്നെ സ്നേഹിക്കണത്. അതൊക്കെ ശരി തന്നെ. പിന്നെ ഏതാ ശരിയല്ലാത്തത്? ഈ ചങ്ങായി മാത്രമേ ശരിയുള്ളത്തുള്ളൂ, ഉമ്മയൊക്കെ പാവാണ്. എന്നാണ് ഓനെ മാറ്റിയിട്ട് നമുക്ക് പുതിയൊരു ചങ്ങായിനെ കണ്ടെത്താം. അത് വേണ്ട. അപ്പൊ അതെന്താ പറ്റില്ല അല്ലേ? എന്റെ കാനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നാ അതാ ഞാൻ പറഞ്ഞത്, ഓൻ കുറച്ച് കഴിഞ്ഞാൽ വരും, വന്നാ ഓന്റെ കൂടെ പോവുക. നല്ല നിലയ്ക്ക് മോളെ ഞാൻ നന്നായിട്ട് പറയാം റജീന, കേക്കണ്ട? നല്ല നിലയ്ക്ക് പറയാണ്, നല്ല സ്നേഹത്തിൽ ഭർത്താവിനായിട്ട് നിന്ന് അങ്ങണ്ടും ഇങ്ങണ്ടും സഹകരിച്ച് വേണം ജീവിച്ചു പോവാൻ. അപ്പോഴേ ഒരു കുടുംബം മുന്നോട്ട് പോവാം. അല്ലാതെ ഓൻ എന്തേലും ഒന്ന് പറഞ്ഞ് സിനിമയ്ക്ക് കൊണ്ടുപോയില്ല, ഇതൊക്കെ ഒരു കാരണം. ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ഒന്നിനാത്രം പോകുന്ന പെണ്ണുങ്ങൾ പറയേണ്ട എത്ര ബാലിശായിട്ട് സംസാരിക്കുക എങ്ങനെയാണ്? സിനിമയ്ക്ക് കൊണ്ടുപോയില്ല, അതിന് തെറ്റിപ്പോരെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന്. ഇതൊരാള് കേട്ട നന്നാ? എന്തേ മിണ്ടാത്ത്? സിനിമയ്ക്ക് പോയില്ല, ചായ ചൂടാറി, ഇതൊക്കെയാണ് വിഷയങ്ങളില്ലേ? ഇതൊക്കെ ഒരു ആൾക്കാരോട് പറയാൻ പറ്റുമോ? അവിടെ അത് താത്തണ്ട് കണ്ട് ചെല്ല്. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചരിഞ്ഞിട്ട് പോവാ, ഓൻ വരും, അപ്പൊ വന്നിട്ട് കൊണ്ടുപോയാൽ മതി. പറഞ്ഞ മനസ്സിലായ? വന്നാലേ പോളല്ലോ, ഞാൻ ഒറ്റ വന്നോളും, വന്നായി പോണം കേട്ടാ. ഇനി ഓനായിട്ട് തല്ലുണ്ടാക്കും ചെയ്യരുത്, ഉറപ്പല്ലേ? മൂപ്പരോടും പറയും. ഞാൻ വന്നാ പറയാം. ഈ തല്ലുണ്ടാക്കൂ, എന്തൊരു ഒരു ബലം പോരല്ലോ. നാണ്ടാത്തിക്ക് ചെല്ല്. വല്ലാത്തൊരവസ്ഥ, എന്താ ഇതിനൊക്കെ ചെയ്യ.